ഇതാണ് ഗൈസ് എൻ്റെ അമ്മ. അപ്പോൾ ഇവര് സ്ക്രീനിൽ വരാറില്ലായിരുന്നു. അപ്പൊ പലരും പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഒന്ന് കാണിക്കാനായിട്ട്. എന്താ ഇപ്പൊ മോനിപ്പോ ഭയങ്കര വൈറലായി ഇന്റർവ്യൂ. എന്താ പറയാനുള്ളേ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോ വീടിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നല്ല വീട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മോൻ്റെ ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹമായിരുന്നു വീടിൻ്റെ ഒരു വീട് വേണം. നമുക്ക് വീടില്ലാതെ പറ്റൂലല്ലോ. കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. ഒരാളുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. അവന്റെ പേരാണ് കുമാരൻ. ഇതാണ് ഇവന്റെ പേര് കുമാരൻ എന്നാണ്. കുമാരൻ. ഇതാണ് എന്റെ വീട്. ചെറിയൊരു വീടാണ്. അമ്മയ്ക്ക് എന്താ തോന്നുക ഇപ്പോ വീഡിയോസ് ഒക്കെ ചെയ്ത് വൈറലായി? ഇപ്പോ വളരെ 1.5-2 വയസ്സായപ്പോൾ ഒരു ഗുളിക എടുത്ത് കഴിക്കാനൊക്കെ ഇടയായി. അപ്പോൾ ICUലൊക്കെ ആയിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി. മോനാണിപ്പോ പ്രതീക്ഷ അല്ലേ? അതെ. ഒരു ടെൻഷനും ഇല്ലാത്ത ഹാപ്പി ജീവിതം. അസൂയ തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ഞങ്ങളുടെ വീഡിയോ തന്നെ എനിക്ക് സത്യം പറയില്ല, എനിക്കും ആണെങ്കിലും എന്തെങ്കിലും കാര്യമൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്തിരുന്ന് കാണും. എന്താ നിങ്ങളുടെ ഒരു ഹാപ്പിനെസിന്റെ സീക്രട്ട്? എങ്ങനെ ഹാപ്പിനെസ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ? ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. പിന്നെ നാളെയെ പറ്റി വിചാരപ്പെടരുത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നാളെ നമ്മൾ ഉണ്ടാവുമെന്നും ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കുക. അത് എപ്പോഴും അടിച്ചു പൊളിക്കുക. എപ്പോഴും നമ്മള് ടെൻഷനും വെച്ചോണ്ട് നടന്ന അതും വെച്ചോണ്ട് നടക്കത്തേ ഉള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമുക്കപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മൾ ഇവരോട് മാത്രമാണ് സംസാരിച്ചത്. അപ്പോൾ ഇവരുടെ ആ ഒരു സപ്പോർട്ടിങ് ഫാമിലിനെ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വിളിക്കാം. ഓക്കെ. അപ്പം ഇതാണ് അഭിലാഷിന്റെ വീട് അല്ലേ? ആക്ച്വലി ഇവരുടെ രണ്ടുപേരുടെ വീട് അടുത്തടുത്താണ്. എത്ര അടുത്താണ്? തൊട്ടടുത്ത് കാണുന്നത് ഇദ്ദേഹത്തിന്റെ വീടാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അഭിലാഷിന്റെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. ഇതാണ് ഗൈസ് എൻ്റെ അമ്മ. അപ്പോൾ ഇവര് സ്ക്രീനിൽ വരാറില്ലായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഒന്ന് കാണിക്കാനായിട്ട്. അപ്പൊ അവർക്ക് എൻ്റെ ഫാമിലിയെ കാണാനായിട്ടുള്ള അവസരമാണിത്. എന്റെ അമ്മയുടെ പേര്? എൻ്റെ പേര് സാലി. സാലി. എന്താ വർക്ക് ചെയ്യണോ? ഞാൻ വീട് പണിക്കുണ്ട്. ഇപ്പൊ കുറവാണ്. എന്താ ഇപ്പൊ മോനിപ്പോ ഭയങ്കര വൈറലായി ഇന്റർവ്യൂ. എന്താ പറയാനുള്ളേ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. വീഡിയോസിലൊന്നും വരാത്ത എന്താ? താല്പര്യം കുറവായിരുന്നു, വരണമെന്നൊരു ഇതിലായിരുന്നു. ഇപ്പോ വീടിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് നമുക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരു നല്ല വീട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മോൻ്റെ ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹമായിരുന്നു വീടിൻ്റെ ഒരു വീട് വേണം. നമുക്ക് വീടില്ലാതെ പറ്റൂലല്ലോ. അപ്പോ ഈ വീട് ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ലേ? സ്വന്തം സ്ഥലം. ഓക്കെ. അപ്പം ഇവിടെ തന്നെ ഇത് പൊളിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കാനാണോ വേറെ സ്ഥലത്ത് പോകാനാണോ? ഓക്കെ. എന്തിപ്പോ മോനെ കുറിച്ച് ഓർക്കുമ്പോ എന്താ തോന്നുന്നത്? അഭിമാനമാണോ? വിളിക്കാറുണ്ടോ വീഡിയോസിലൊക്കെ വരാൻ? വരാറില്ല. ഇവർക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ലാത്തവരാണ് വരാറില്ല. പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല. പുറത്തിറങ്ങുമ്പോ എങ്ങനെ ആളുകൾ പറയാറുണ്ട്? ഇപ്പൊ മോന്റെ വീഡിയോസ് കാണാറുണ്ട്. എന്നോട് പറയാറില്ല, കാണുന്നില്ലല്ലോ. എന്റെ അമ്മേനെ അങ്ങനെ അറിയില്ലല്ലോ. അറിയില്ല. ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ ഉള്ള ആൾക്കാർ നാട്ടുകാർക്ക് പറയില്ലേ? ഇവരുടെ വീട്ടില് ആക്ച്വലി ഇവര് മാത്രല്ല വേറെ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. ഒരാളുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. അവന്റെ പേരാണ് കുമാരൻ. ഇതാണ് ഇവന്റെ പേര് കുമാരൻ എന്നാണ്. കുമാരൻ. എന്താ ഇവന് ഇഷ്ടപ്പെടാൻ കാരണം? ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം നല്ല ഗ്ലാമർ അല്ലേ? ടെററല്ലേ? വേറെ ഇവിടെ എത്ര പൂച്ചയുണ്ട്? കൊറേ ഉണ്ട്. ആണോ? ഇവിടെ ഒരു 10 പൂച്ചയില് കൂടുതലുണ്ട്. അവിടെ ഓരോ സ്ഥലത്തുനിന്ന് വന്നു കൂടണം. ഞങ്ങൾ പിന്നെ അവിടെ ഒരു കുഞ്ഞു പൂച്ച. എടാ നീ വയറലാണോ? നോക്കടാ, നീ വയറലാവും. അവിടെ ഒരു കുഞ്ഞു പൂച്ച. ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. എത്ര പൂച്ച? എന്റെ വീട്ടിലുണ്ട് കേട്ടോ. 4 പൂച്ചയുണ്ട്. 4 പൂച്ച. ഇവിടെ 10-12 ഉണ്ട്, അപ്പുറം ഇപ്പുറമായിട്ട്.
എന്റെ വീട്ടിലൊരു കുഞ്ഞു പൂച്ച വന്ന് കയറിയതാ. ഒരു വയസ്സൊന്നും ആയിട്ടില്ല, പക്ഷെ ഒരു ദിവസം പുറത്തു വിട്ടതാ, പ്രഗ്നന്റ് ആയിട്ട് വന്നു. ഇപ്പൊ 3 കുട്ടികളെ പ്രസവിച്ച് വീട്ടിൽ കിടക്കുന്നു. ഇതുപോലെ ഒരു കുഞ്ഞു പൂച്ച വന്നതായിരുന്നു, ഒരു പെൺകുഞ്ഞ് വന്നായിരുന്നു. അപ്പോ ഞങ്ങളെ വൈറലാക്കിയ ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നെത്തിച്ച ഇപ്പൊ ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നെത്തിച്ച കനാലാണ്. പക്ഷെ ഇതിനു മുൻപ് ഞങ്ങളെ വൈറലാക്കിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. വാ. അപ്പൊ ഞങ്ങളെ ആദ്യം വൈറലാക്കിയത് ഈ സൈക്കിളാണ് ഗൈസ്. ഇതാണ് എന്റെ പഴയ സൈക്കിള്. അപ്പോൾ ഇതിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്താണ് വൈറലായത്. പിന്നെയാണ് എനിക്ക് ഈ സൈക്കിൾ ഒരാൾ സ്പോൺസർ ചെയ്താണ് ഗൈസ്. മലേഷ്യന്ന് സ്പോൺസർ ചെയ്താണ്, എൻ്റെ ഒരു ആരാധകൻ സ്പോൺസർ ചെയ്തതാണ് ഗൈസ് ഈ സൈക്കിള്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സൈക്കിളാണ്. എങ്ങനെ ഈ സൈക്കിള് വന്ന വഴി പറ, എങ്ങനെ ആള് കോണ്ടാക്ട് ചെയ്തു? ഇവിടെ കമന്റ് ഇട്ടായിരുന്നു, ബ്രോയ്ക്ക് 10,000 ഫോളോവേഴ്സ് ആകുമ്പോൾ ബ്രോയ്ക്ക് എൻ്റെ സൈക്കിള് വാങ്ങിച്ചു തന്നിരിക്കും, ഇതെന്റെ വാക്കാണെന്ന് പറഞ്ഞു. 10,000 ഫോളോവേഴ്സ് ആയപ്പോൾ പുള്ളി എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാൻ അഡ്രസ്സൊക്കെ കൊടുത്തു. എന്നിട്ട് ഒരു കട പറഞ്ഞു, അവിടെ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. പൈസയൊക്കെ പുള്ളിക്കാരൻ തന്നെ കൊടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. പുള്ളിക്കാരൻ നന്ദിയൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. വിജയ് കിരൺ. അങ്ങനെ ആളാണ്. ഇതാണ് ഫേവറേറ്റ് സൈക്കിൾ. അതെ, എനിക്ക് 2 സൈക്കിളുണ്ട്, അത് അപ്പറയാണ്. അപ്പോ ഇനി ഇത് മാത്രല്ല, ഞങ്ങൾക്ക് ഒരു വിശിഷ്ട അതിഥിയും കൂടെ ഉണ്ട്. അതെ, നമുക്ക് കാണാം ആരാന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോ ഇതാണല്ലേ വിശിഷ്ടാതിഥി. നിക്കി എന്നാണ് പേര്. ശൗര്യ. നിക്കി. ഹായ് നിക്കി. അതെ, ഹായ് നിക്കി. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. അറിയാവോ? ഇത് അഗ്രസീവ് അല്ലേ? എനിക്ക് ഇതിനെ കണ്ടപ്പോ മനസ്സിലായി. സംസാരിക്കാണ് നിങ്ങളോട്. ഹായ് നിക്കി. അതെ, അതൊക്കെ നശിച്ചുപോയി. മീനുകളൊക്കെ നശിച്ചുപോയി ഗൈസ്. എങ്ങനെ നമുക്ക് കുറച്ച് നീങ്ങി സംസാരിക്കാം. നമ്മളിപ്പോ ലെവിന്റെ വീടിന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. ജസ്റ്റ് തൊട്ടടുത്താലോ 2 വീട്. അപ്പൊ പരിചയപ്പെടുത്തി തരൂ വീട്. ഇതാണ് എന്റെ വീട്, ചെറിയൊരു വീടാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, അപ്പയുണ്ട്, വല്യമ്മയുണ്ട്. എല്ലാരും വിളിക്ക്. എല്ലാരും വല്യമ്മയ്ക്ക് പാടില്ല, കിടക്കും. അമ്മേനെ വിളിക്കാം. ഓക്കെ, അമ്മേനെ വിളിക്കാം. അമ്മ. ഇവിടെ പട്ടി, പൂച്ച, കോഴി, ആട് എല്ലാം ഉണ്ട്. അമ്മ എല്ലാം ഉണ്ട്. അമ്മ, അമ്മോയ്, അമ്മ വാ. അമ്മ എന്തെങ്കിലും അമ്മ പിച്ചക്കാര് വന്നിട്ടുണ്ടെന്നൊക്കെ. ഓക്കെ, അപ്പം ഇതാണ് ലെവിന്റെ മമ്മി. അതെ അതെ. എന്താണ് പേര്? കുഞ്ഞുമോൾ. കുഞ്ഞുമോൾ. എന്ത് ചെയ്യുന്നു കുഞ്ഞുമോൾ? ഹൗസ് വൈഫാ. ആണോ? എന്തിപ്പോ മോനും ചേട്ടനൊക്കെ ഇപ്പൊ വൈറലായി, എന്താ ഫീൽ? എന്താ സന്തോഷം. ആൾക്കാരൊക്കെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയോ? എന്താ പറയാറ് പുറത്തൊക്കെ കടയിലൊക്കെ പോകുമ്പോ? നല്ല ഇതാണ് അവർക്ക്, സന്തോഷാണ്. സന്തോഷം. അമ്മയ്ക്ക് എന്താ തോന്നുക ഇപ്പോ വീഡിയോസ് ഒക്കെ ചെയ്ത് വൈറലായി? ഇപ്പോ വളരെ 1.5-2 വയസ്സായപ്പോൾ ഒരു ഗുളിക എടുത്ത് കഴിക്കാനൊക്കെ ഇടയായി. അപ്പോൾ ICUലൊക്കെ ആയിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി. വളരെ സന്തോഷമുള്ളൂ. പിന്നെ മോൻ മിമിക്രിയൊക്കെ ചെയ്യും. മിമിക്രിയെ കുറേ സ്റ്റേജിലൊക്കെ പോയി ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു ഡ്രോൺ ഉണ്ടാക്കും, വണ്ടി ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള മിനിയേച്ചറൊക്കെ ഉണ്ടാക്കും. ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല കേട്ടോ. മിമിക്രി ഒക്കെ ചെയ്യല്ലേ? 2 മിമിക്രിയും കൂടി കേൾക്കണം. അപ്പൊ ഓക്കെ. അമ്മ വീഡിയോസിൽ വരാറുണ്ട്. മോൻ വളരെ ഹെൽപ്പാണ് എനിക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവനും കുറച്ച് ദിവസം 2 മാസമായിട്ട് അവൻ്റെ കാലിനൊരു ചെറിയ പ്രശ്നമുണ്ട്. കോളേജിൽ പോയിക്കൊണ്ടിരുന്ന അപ്പോൾ റെസ്റ്റിലാണ്, പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ചികിത്സയിലിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ. മോനാണിപ്പോ പ്രതീക്ഷ അല്ലേ? അതെ. അവന് കിട്ടുമോ? എന്താ അവൻ ബിസിയാണോ? ഒരു പൂച്ച വന്നാ മതി വീട്ടില്, പിന്നെ കൊറേ പൂച്ച. ഇവിടെ പേടിക്കാവോ? നിന്റെ ആരാധകരാ. ഇതാണ് നമ്മുടെ ശഗു. ശഗു? ഹായ്. മാന്തോ? പൂച്ച മാന്തോ? കണ്ടോ? എല്ലാരും കണ്ടപ്പോ ഒരു പേടി. പിടിച്ചോട്ടോ, ചാടി ഇടിക്കും പൂച്ച, എനിക്കറിയാം. കണ്ടോ എൻ്റെ? ഹായ് അമ്മേ,
എന്റെ പൂച്ചയൊക്കെ അടിച്ചതാ ഇവിടെ. അതെ, മിനിഞ്ഞ 2 ദിവസം മുന്നേ. എല്ലാരും കണ്ടപ്പോ ഒരു പേടി ഇവന്. പേടിക്കണ്ട. എന്റെ കൂടെ അവൻ രാത്രി കിടക്കണം. ഇതോ? ആ, ഈ ഒരു പൂച്ച ഉള്ളു ഇവിടെ? അല്ലതേ അവിടെ ഇഷ്ടംപോലെ അതെ, അത് അവന്റെ അനിയത്തി. അത് അനിയത്തിയാണ്. സകുവിന്റെ അനിയത്തി. എന്ത് കിട്ടിയാലും കൊണ്ടുപോയി കൊടുക്കും. ആണോ? അതെ. ഓക്കേ, വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ? വേറെ ഇവിടെ ആടുണ്ട്, ആ, അതുപോലെ തന്നെ കോഴിയുണ്ട്, ആട്, കോഴി, പിന്നെ പട്ടി. പട്ടി കോമൺ ആണല്ലേ? ആ, മിക്കി. അടുത്തതായിട്ട് നമ്മൾ ഇത്ര സമയം അറിയാതെ ഇരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ലെവി മിമിക്രി ചെയ്യും ഗൈസ്. അത് അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചെറുതായിട്ട് നമുക്കൊന്ന് കേൾക്കാം. എന്താ ചെയ്യുന്നത്? അത് എൻ്റെ വീട്ടിലുള്ള ആളെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ. ഡോഗ്. ആ, എൻ്റെ ശബ്ദം. അപ്പൊ അയൽപക്കത്ത് പട്ടിയൊക്കെ കുരയ്ക്കുവാണ് ഇവര് ഇനി ഡോഗിന് കല്ലെറിയുമ്പോൾ അതെനിക്ക് കിട്ടുന്നില്ല. ഞാൻ താറാവിന്റെ കാണിക്കാം. ആ, ഈ താറാവിന്റെ വേറെ സാധനമുണ്ട്, DJ. കൊള്ളാം. നെക്സ്റ്റ് പൂച്ച കടിപിടിക്കുന്ന ശബ്ദം. ഇനിയിപ്പോ ഓർമ്മയിലില്ല. അതാരാ? ഓർമ്മയില്ല. ഓരിയിരുന്ന കാണിച്ചില്ല. പട്ടി ഓടിയിരുന്നു. കിട്ടുമോന്ന് അറിയത്തില്ല. ഊക്ക് കുറച്ചുകൂടെ നീട്ടുണ്ട്. ഞാൻ കാണിച്ചെടുക്കട്ടെ. പെൺപട്ടിയാണോ? ആവെന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിലെ പട്ടി ഷിറ്റ്സാണ്. വേണ്ട, ഞാൻ വേറെ കാണിച്ചതാ. പട്ടിക്ക് കല്ലേറുള്ളത് ഞാൻ കല്ലെറിയാം. എറിയുന്നല്ലേ കാണിച്ചാൽ മതി. കാണിച്ചാ മതിയല്ലേ? എറിയില്ലേ? അറിയില്ല. എന്റെ പട്ടി ഓരോന്ന് കാണിച്ചിട്ട് എന്റെ പട്ടി ഫുഡ് എടുക്കാം. ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്ക. ഫുഡ് എടുക്കാം, വാ. അങ്ങനൊക്കെ എന്നോട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്നെക്കാളും കൂടുതൽ അറിയായിരുന്നു. പട്ടിയുടെ എനിക്കറിയാം. അല്ല, അങ്ങനെ എന്റെ പട്ടീനെ എനിക്കറിയാം. ഓക്കെ, താങ്ക് യു. എവിടെ ഗായ്സ്? ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ജീപ്പല്ലേ? ആ, ജീപ്പ്. 4x4. 4x4. ലോറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാർബോർഡാ. ഇത് ഓടുവോ? ഓടും. അത് ബാറ്ററി ഇല്ല. അല്ല, കാണിച്ചു തരായിരുന്നു. ബാറ്ററി ഇല്ലായിരുന്നു. എന്റെ ബാറ്ററി ലോറി ഉണ്ടാക്കി, അതൊക്കെ നശിച്ചുപോയി. ടൂറിസ്റ്റ് ബസ് ഒക്കെ ഉണ്ടാക്കിയതാ. ഇതിന്റെ വർക്ക് കഴിയാനുണ്ട്. കുറച്ച് മോഡിഫിക്കേഷനും കൂടെ ചെയ്യണം. ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ? സൂപ്പർ. ഓക്കെ, നിങ്ങളുടെ ഇപ്പോ വീഡിയോസിൽ കാണുന്ന ലെവിനെയും അഭിലാഷിനെയൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലാതെ നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണോ? കണ്ട ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയൊക്കെ ഉണ്ട്. എന്താ ചെയ്യുന്നേ? ഞാൻ ITI പഠിക്കുകയാണ്. വലിയ കുട്ടിയാ. +2 ഒക്കെ കഴിഞ്ഞ് ITI പഠിക്കുകയാണ്. ഓട്ടോമൊബൈലാണ്. പിറവത്ത് തന്നെ, ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പിറവത്ത് ആണ് പഠിക്കുന്നത്. MSM ITI. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ പഠിത്തം കഴിഞ്ഞു. ഇപ്പൊ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ പോവാം. ഇതിന് അത്യാവശ്യം ഏർണിങ്സ് കിട്ടുന്നു. പിന്നെ പണ്ട് ഒരുപാട് പണിക്കൊക്കെ പോയിട്ടുണ്ട്. ജോലിക്കൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. എന്തൊക്കെ ജോലിക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടെ അടുത്തൊരു ഗാർഡൻ ഉണ്ടായിരുന്നു, അവിടെ സൂപ്പർവൈസറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ വർക്ക്ഷോപ്പിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പണിക്ക് പോയിട്ടുണ്ട്. എനിക്കങ്ങനെ ഇന്ന പണിയൊന്നുമില്ല, ഇഷ്ടമുള്ള പണിക്ക് ഞാൻ പോകും. എന്തുവരെ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ ഞാൻ 10 വരെ പഠിച്ചോളൂ. ഇപ്പോൾ നിങ്ങളല്ലാണ്ട് നിങ്ങളുടെ ഫാമിലി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്തൊക്കെ ചെയ്യുന്നു? അമ്മ, അച്ഛൻ, അവരൊക്കെ? എൻ്റെ അച്ഛൻ
തടിപ്പണിയാണ്, മറ്റേ യൂണിയൻ പണിയാണ്. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അപ്പയുണ്ട്, വല്യമ്മയുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ ചാച്ചൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ. ചാച്ചൻ ഈ ആർട്ടിസ്റ്റാണ്, അതായത് ഈ കല്യാണത്തിനൊക്കെ പേരൊക്കെ എഴുതി കൊടുക്കണ ജോലി, പന്തല് പണി, അങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള പരിപാടികളൊക്കെ. ഓക്കെ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ ഇവരില്? ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടാണ്, എല്ലാവരും കട്ട സപ്പോർട്ട്. കുറവും കൂടുതലൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടാണ്. ഓക്കെ. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, അനിയൻ ചേട്ടൻ ഭയങ്കര സ്നേഹം. അതല്ലാതെ നിങ്ങൾ അടികൂടാ വഴക്കിടാ അതൊക്കെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. അല്ല, ചെറിയ വഴക്കൊക്കെ എവിടെ ഉണ്ടാവുമല്ലോ, ചെറുതായിട്ട് അതെന്തെങ്കിലും എന്നെ ഇപ്പൊ പറയണേ ഒന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അത് പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ അത് മറക്കും, ഇവനത് മറക്കും. പിന്നെ ഞങ്ങള് ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതായത് ഇപ്പൊ എങ്ങനെയായിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ, അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുണ്ട് ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണെന്നൊക്കെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഇവനും എവിടെ ഇറങ്ങിയാലും ആളുകൾ ഓടി വരും. പക്ഷെ ഇവൻ തന്നെയായിട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെയായിട്ടോ ഇറങ്ങുമ്പോൾ അങ്ങനെ വരാറില്ല. ഉണ്ട്, എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഓടി വന്നത്. ഓക്കെ. എന്താ നിങ്ങളുടെ ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? എന്തെങ്കിലും പ്ലാനിങ്സ്, പരിപാടി? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് ഒരു അത്യാവശ്യം ഒരു നല്ല നിലയിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. നിൻ്റെ തന്നെ? എനിക്കും പിന്നെ ITയിൽ പഠിച്ച് ഒരു വർക്ക്ഷോപ്പിലൊക്കെ കയറണം ഒക്കെയാണ് ആഗ്രഹം. പിന്നെ ഞങ്ങളുടെ വീടും ഇച്ചിരി മോശം, അപ്പോൾ അതിൻ്റെ പണികളൊക്കെ എങ്ങനെയെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പോൾ കുറേ മെസ്സേജസ് വരാറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ആണെങ്കിലും ഒക്കെ പേഴ്സണലിക്ക് വരാറുണ്ട്, കുറെ ഫാൻസ് ഒക്കെ വരാറുണ്ട്. അതേപോലെ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടോ? ഗേൾസ് ഫാൻസ് ഞങ്ങൾക്ക് പൊതുവെ കുറവാണ്. അതെന്താ? എനിക്കറിയില്ല. ആ ഫാൻസ് ആരും ഇല്ലേ ഗേൾസ് ആയിട്ട്? ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളോട് ആരും മെസ്സേജ് അയച്ചിട്ടുമില്ല. അല്ല, എനിക്ക് അയക്കാറുണ്ട്. ആണോ? എന്താ വരാറ്? എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും അയക്കാറില്ല. അത് ഏറ്റവും കൂടുതൽ അയക്കണത് ആൺപിള്ളേർ തന്നെ. കുറേ ദൂരെ നിന്ന് ചേട്ടന്മാർ അവരൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളും അയക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കുറവാന്ന് മാത്രം. എന്താ അയക്കാറ്? ഗേൾസ് വീഡിയോ ചെയ്ത് തരാമെന്നൊക്കെ ചോദിച്ചു, അല്ലെ എന്തൊക്കെയുണ്ട് വിശേഷം, വീഡിയോ ഒക്കെ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് അയക്കാറുണ്ട്. പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? അങ്ങനെ അത് ഫേക്ക് ID എന്നൊക്കെ ആയിരിക്കും. ഞാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടൊക്കെ ഉണ്ട്. പറയൂ, കേക്കട്ടെ. അല്ല, അത് ചേട്ടൻ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം ഞാൻ അപ്പൊ അങ്ങനെയുള്ളവര് ചോദിക്കുമ്പോ തന്നെ എനിക്കറിയാം ഫേക്ക് ആണെന്ന് അറിയാം. എങ്ങനെ മനസ്സിലാവും ഫേക്ക് ആണെന്ന്? അത് അങ്ങനെ സാധാരണ ഒരു പെൺപിള്ളേർ അങ്ങനെ പറയൂലല്ലോ, പറയൂലെന്നാണ് എൻ്റെ ഒരു ചോദിച്ചാണെങ്കിലോ? അല്ല, അത് അങ്ങനെ പറയൂലെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് ഫേക്ക് ID ആണ് ചിന്തിച്ചത്. എന്നിട്ട് ബ്ലോക്ക് ചെയ്യും, റിപ്ലൈ ഒന്നും കൊടുക്കില്ല? ബ്ലോക്ക് ചെയ്യും. ചിലർ ബ്ലോക്ക് ചെയ്യും, ചിലർ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ സമയം കിട്ടൂല, അന്നേരം പിന്നെ ഞാൻ മെസ്സേജ് നോക്കൂല. ആരെങ്കിലും ഇങ്ങനെ ശല്യം ചെയ്ത് മെസ്സേജ് ചെയ്യാറുണ്ടോ? ശല്യം ചെയ്ത് ഫേക്ക് ID എന്നൊക്കെ. അല്ലാത്തവരും ഉണ്ട്. ശരിക്കും പെണ്ണുങ്ങൾ അയക്കാറുണ്ട് മെസ്സേജ്. ചിലപ്പോൾ വോയിസ് അയക്കുമ്പോൾ നമുക്ക് വിശ്വാസമാവുള്ളൂ. എന്നാലും ഞാൻ അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ അങ്ങനെ കൊടുക്കുന്നില്ല. ഇവിടെയോ? എനിക്കങ്ങനെയൊന്നുമില്ല. ബോയ്സ് ആണ് ഫാൻസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഞാൻ കുറേ പോസ്റ്റുകൾ കണ്ടത്, വീഡിയോസ് ഒക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ഫോളോ ചെയ്തു, കോണ്ടാക്ട് ചെയ്തു. ഇഷ്ടംപോലെ. ആരൊക്കെ ചെയ്തു? അത് നോബി മാർക്കോസ്, പിന്നെ സാന്ത്വന സീരിയലിലെ കണ്ണനായിട്ട് അഭിനയിക്കണ ബ്രോ ഇല്ലേ, അച്ചു സുഗന്ധ് ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു വീഡിയോ ഒക്കെ അടിപൊളിയാട്ടോ, സൂപ്പറാട്ടോ, ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകണം, നിങ്ങളുടെ കനാലിലെ വീഡിയോ ഒക്കെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഇത്, കാരണം നമ്മളിപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരാരും പുറം ലോകം ആരും അങ്ങനെ കാണാതെ കിടന്ന ഒരു വീഡിയോസാണ്. ഞാൻ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്യുമായിരുന്നു, പക്ഷേ എന്നാലും അങ്ങനെ ആൾക്കാർ കണ്ടറിഞ്ഞ്, പ്രത്യേകിച്ച് സിനിമ സീരിയൽ മേഖലയിലുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ ഒരു അത്ഭുതമല്ലേ. അപ്പോൾ നോബി മാർക്കോസ് മെസ്സേജ് അയച്ചപ്പോഴും പിന്നെ മറ്റേ അച്ചു സുഗന്ധ് ബ്രോ മെസ്സേജ് അയച്ചപ്പോഴും എല്ലാം ഒരു ഞെട്ടൽ പോലെയാണ് ഞങ്ങൾക്ക്. പിന്നെ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണോ? അപ്പോൾ ആ ബ്രോയും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ ഒരുപാട് പേര്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, കാരണം ഞങ്ങൾ ഈ ഇവിടെ കിടക്കുന്ന ഞങ്ങളെ അത്രയും പേര് അതെ അതെ ഒരു അത്ഭുതം പോലെ, ഒരു ഹാപ്പിനെസ് അല്ലേ? അതെ അതെ, ഒരു ഹാപ്പിനെസ്. ഞാൻ നിങ്ങളുടെ വീഡിയോസിന് താഴെ കുറേ കമന്റ്സ് ഒക്കെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെണ്ണം നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം. അപ്പം നിങ്ങളുടെ ഒരു റെസ്പോൺസ് പറയണം. ഓക്കെ. കുറേ കമന്റ്സ് വന്നത് ഈ പറഞ്ഞ പോലെ കനാൽ ഫാൻസിനാണ്. കൊല്ലം, ട്രിവാൻഡ്രം, കൊച്ചി, അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന്
കനാലില് വെള്ളം പോയതില് വിഷമമുണ്ടെന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അവരോടെന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് വിഷമിക്കേണ്ട, ഇനിയും ഇനിയും വരും വെള്ളം. അന്നേരം ഞങ്ങൾ ഇനിയും ഇതുപോലെ വീഡിയോ ചെയ്യും, ഒരു മാറ്റവും അതൊക്കെ പറയാനുള്ളൂ. ഇതുപോലെ ഇതേ എനർജി തന്നെ അപ്പോഴും ഞങ്ങൾ അതെ. അടുത്തത്, എവിടെ നോക്കിയാലും കൊലയും ലഹരിയും ഇതൊക്കെ കാണുമ്പോൾ 90s വൈബ്സ് റിട്ടേൺ. അതെ. അങ്ങനെ കമന്റ് ചെയ്യാൻ വായിച്ചായിരുന്നു. എനിക്ക് പിന്നെ കുറെ പേര് ഇത് അയച്ചു തരുന്നായിരുന്നു, ബ്രോ ഇത് കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ലോകം എന്താന്ന് നമുക്കറിയാലോ. ഇപ്പോൾ കൊലപാതകവും ലഹരി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ വീഡിയോ. ഒരാളുടെ ഒരു കമന്റ് ആണ്, ബ്രോ ഒരു ദിവസം രാത്രിയിൽ കനാലിൽ കിടന്നുറങ്ങാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാ ഞങ്ങള് കനാലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല അല്ല. ഞങ്ങള് വെറൈറ്റി സാധനങ്ങളൊക്കെ DJ ഒക്കെ ഇറക്കിയില്ലേ, അതുപോലെ കനാലിൽ ഞങ്ങൾ എന്ത് സെറ്റപ്പ് ഞങ്ങൾ ചെയ്യും. പക്ഷെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മാന്യമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യാറുള്ളൂ അല്ലേ. ഞങ്ങൾ നിഷ്കളങ്കമായിട്ടുള്ള വീഡിയോ അതൊരിക്കലും അത് വിട്ടു പോവുകയില്ല, അത് ഉറപ്പായിട്ടും പോവുകയില്ല. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകും. ഇതേപോലെ കുറെ പേര് പറയാറുണ്ട്, ഇപ്പം ഉറങ്ങാൻ പറഞ്ഞില്ലേ, അതേപോലെ വേറെ എന്തൊക്കെ ചെയ്യാൻ? അതുപോലെ വെള്ളത്തിന്റെ അടിയിൽ പോയി ശ്വാസം വിടാവുന്നു, പാട്ട് പാടാവുന്നു, കൈയടിക്കാൻ. ഒരാൾ കമന്റ് ഇട്ടായിരുന്നു, എനിക്കറിയില്ല. ഓക്കെ, അടിപൊളി. വേറൊരു കമന്റ് ആണ്, ഒരു ടെൻഷനും ഇല്ലാത്ത ഹാപ്പി ജീവിതം അസൂയ തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ വീഡിയോ തന്നെ എനിക്ക് സത്യം പറയാലേ, എനിക്കും ആണേലും എന്തെങ്കിലും കാര്യമൊത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഞാൻ എന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്തിരുന്ന് കാണും. അപ്പൊ ഒരു സന്തോഷം. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരുടെ സന്തോഷം നമുക്ക് ഊഹിക്കാലോ. എൻ്റെ ഈ കനാൽ വീഡിയോസിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പണ്ട് ഞങ്ങൾ സൈക്കിളിൽ ട്രിപ്പ് പോയപ്പോൾ ഉള്ള വീഡിയോസ് ആണ്. അതൊക്കെ ഞാൻ എടുത്ത് കാണും. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ. ഞാൻ കണ്ടു, എന്തോ പാട്ട് കേട്ട് സൈക്കിൾ ചവിട്ടുന്നു അല്ലേ? പിന്നെ സൈക്കിള് നടന്നു പോകുമ്പോ സൈക്കിൾ കൊണ്ട് ഇടിക്കാൻ പോകുന്ന വീഡിയോ, അതിലാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഓക്കെ, എന്താ നിങ്ങളുടെ ഈ ഒരു ഹാപ്പിനെസിന്റെ സീക്രട്ട്? എങ്ങനെ ഹാപ്പിനെസ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ? ഞങ്ങള് ടെൻഷനുള്ള കാര്യങ്ങൾ ചിന്തിക്കാറേ, ഒന്നിനെ പറ്റി വിചാരപ്പെടാതിരിക്കുക. ഞാൻ വചനം വെറുതെ എടുക്കുന്നതല്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നിനെ പറ്റി വിചാരപ്പെടല്ലെന്ന്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്, ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കും. പിന്നെ നാളെപ്പറ്റി വിചാരപ്പെടരുത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ജീവിതം അടിച്ചു പൊളിക്കുക. നാളെ നമ്മൾ ഉണ്ടാവുമെന്നും ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കുക. അത് എപ്പോഴും അടിച്ചു പൊളിക്കുക. പിന്നെ ഞങ്ങൾ ടെൻഷൻ അടിക്കുകയല്ലെന്നല്ല, ടെൻഷൻ അടിക്കും. പിന്നെ ഞങ്ങൾക്ക് ഹാപ്പിനെസ്സും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ വീഡിയോ എടുക്കും. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ എടുക്കും. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമാണ്, അവരും സന്തോഷിക്കട്ടെ എന്ന് ഞങ്ങൾ വെക്കും. നിങ്ങളിപ്പോൾ നമ്മൾ കുറേ നല്ല കമന്റ്സ് ഒക്കെ വായിച്ചല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച എന്തെങ്കിലും ഇൻസിഡൻസോ കമന്റോ മെസ്സേജോ? അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുറേ മെസ്സേജുകളൊക്കെ നേരത്തെ വരുമായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ കൊള്ളിയല്ല, കൊള്ളൂല, നിങ്ങളുടെ വീഡിയോ സ്റ്റാൻഡേർഡ് അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറേ പേര് പറയും നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, നെഗറ്റീവ് കമൻറ്റ് കുറേ പേര് പറയും. നിങ്ങളെക്കാളും കോപ്രായമായിട്ട് വീഡിയോ ചെയ്യണ ഒത്തിരി ആളുകളുണ്ട്, അതുപോലെ ഒന്നും നിങ്ങൾ ചെയ്യണില്ലോ, നിങ്ങൾ മാന്യമായിട്ടല്ലേ വീഡിയോ ചെയ്യണേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ധൈര്യം. പിന്നെ അവര് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം. ഹലോ ഗൈസ്, തണ്ണിമത്തൻ. അപ്പൊ നമ്മള് കുറച്ചു മുമ്പ് എവിടെയായിരുന്നു? കനാലിന്റെ വെളിയിൽ. ഇപ്പൊ നമ്മൾ എവിടെയാണ്? താഴെ. അപ്പൊ ദേ തണ്ണിമത്തൻ കഴിക്കുവാണ് ഗൈസ്. കഴിക്കുകയാണ് കനാലിൽ നിന്നിട്ട്. അല്ല, വെള്ളമില്ല, വെള്ളം കൂടെ ഉണ്ടാവുന്ന പൊളിച്ചാലോ മോനെ, പൊളി അല്ലേ മോനെ, ഒരു രക്ഷയില്ല ഗൈസ്. ഫ്രിഡ്ജിൽ അടിപൊളിയായിരുന്നു. ഫ്രിഡ്ജിൽ ആശ്വാസമാണ് ഗൈസ്. ജീവിതം എല്ലാവരും എൻജോയ് ചെയ്യുക, തണ്ണിമത്തൻ കഴിച്ച് എൻജോയ് ചെയ്യുക. അതെ. അപ്പോൾ നമ്മൾ ലഹരിക്കൊന്നും അടിമപ്പെടാതെ, അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ, അതുപോലെ തന്നെ ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കുക. ഇതുപോലെ തണ്ണിമത്തനൊക്കെ തിന്ന്, അതുപോലെ തന്നെ ആരെയും നമ്മൾ ഉപദ്രവിക്കാതെ നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച്, അവരെ സ്നേഹിച്ച്, ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഓക്കെ ഗൈസ്.